തരരുത്. എന്റെ ആടിന് ഇന്നേരായിട്ടും ഒരു തുള്ളി കഞ്ഞോളം കൊടുത്തോ. എന്റെ ആട് പെരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ആ പാത്തു വല്ലാത്ത ദേഷ്യത്തിലാന്നല്ല, എന്താ കാര്യം? ഒന്നും പറയണ്ട എന്റെ ഗാതെ. ഞാൻ എന്റെ ആടിന് ഇത്തിരി പച്ചിലയും വെള്ളവും കൊടുക്കട്ടെ. മല്ലി, നീ ഇവിടെ? റാം കെയർ ഓഫ് ആനന്ദി വായിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എന്നെ നല്ല ഓർമ്മ കാണുമല്ലേ? നിന്നെ വായിച്ച ഒരാൾക്കും മറക്കാനാവില്ല. വായനയിലൂടെ എനിക്ക് കിട്ടിയ പുതിയ അറിവാണ് നീ. ആണിനും പെണ്ണിനും അപ്പുറം ഒരു വിഭാഗമുണ്ടെന്നും അവർക്കും സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടെന്നും നീ പഠിപ്പിച്ചു. ഈ ലോകം ഞങ്ങളെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അംഗീകരിച്ചതിൽ അഭിമാനമുണ്ട് ഗാഥ. ഞങ്ങളെ ചേർത്തു പിടിക്കുന്നതിൽ ഈ നാട് ഏറെ മുന്നിലാണ്. സന്തോഷം. ചേതന, കെ.ആർ. മീരയുടെ പെണ്ണാരാച്ചാർ. അതെ, പെണ്ണാരാച്ചാർ. ചേതന കൃത മല്ലിക്. ഞാനീ കുരുക്ക് കെട്ടുന്നത് പെണ്ണിന് നേരെ വരുന്ന ആണിന്റെ കഴുത്തിൽ കുരുക്കുവാനാണ്. ചേതന, അഭിമാനമാണു നീ. തൂക്കിക്കൊല്ലാൻ ആണിന് മാത്രമല്ല പെണ്ണിനും കഴിയുമെന്ന് തെളിയിച്ചവൾ. പഠിപ്പിക്കാൻ ഞാൻ, കുരുക്കിടാൻ. മാധവേത്തോ, 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 എന്നെ കൊണ്ടുപോ. മാധവേത്തോ, എനിക്ക് പഠിക്കണ്ട, എന്നെ കൊണ്ടുപോ. അപ്പുക്കിളി, എന്തിനാ കഴിയുന്നേ? കടലമുറുക്ക് വേണോ? എനിക്ക് കടലമുറുക്ക് വേണ്ട. മാധവേത്തോ, എന്നെയും കൊണ്ടുപോ. മാധവേത്തോ. ഏത് പുസ്തകാ വായിക്കുന്നത്? അബ്ബാസ്. മുഹമ്മദ് അബ്ബാസ്. വിശപ്പ്, പ്രണയം, ഉന്മാദം. അതെ, വിശപ്പ്, പ്രണയം, ഉന്മാദം എന്റെ ജീവിതമാണ്. താങ്കളെ വായിച്ചറിഞ്ഞപ്പോൾ കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. അനുഭവങ്ങളാണ് കുട്ടി അക്ഷരങ്ങളായി പിറന്നത്. ജീവിതമാണത്. എഴുത്തിന്റെ, വായനയുടെ ലോകം സാധാരണക്കാരൻ്റേത് കൂടിയാണെന്ന് അങ്ങ് തെളിയിച്ചു. മോളെ, നീ ഇവിടെ കിടന്നുറങ്ങുക. നാളെ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകം കൊടുക്കണമെന്ന് പറഞ്ഞ് എടുക്കാൻ വന്നിട്ട്. ഉറക്കത്തിൽ ആരൊക്കെയാണ് എൻ്റെ അടുത്തേക്ക് വന്നേന്നറിയോ അമ്മക്ക്? ആരൊക്കെയാ? അങ്ങ് പാത്തുമ്മ മുതൽ ഇങ്ങ് അബ്ബാസ് വരെ. വായിച്ചറിഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങൾ. ഓരോ വായനയും തരുന്ന പുതിയ തിരിച്ചറിവുകൾ, പാഠങ്ങൾ. നാളെ വായനാ ദിനമല്ലേ? ഇതാ എൻ്റെ കുട്ടിക്ക് അമ്മയുടെ സമ്മാനം. നമ്മുടെ നാട്ടിലെ യുവ സാഹിത്യകാരൻ്റെ ആദ്യ നോവൽ. ഇത് നമ്മുടെ പി.വി. ഷാജികുമാറിന്റെ മരണവംശമല്ലേ? അതെ. ഇത് നീ വായിച്ച് നിന്റെ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വായിച്ച് വിളഞ്ഞു വളരട്ടെ.